ഗെയിം കളിച്ചാൽ തരുമോ? ഇല്ല, തരൂല. പ്ലീസ്. ഞാൻ കളിക്കണ കണ്ടൂടാ എനിക്ക്. എനിക്കിന്ന് ക്ലാസ് ഇല്ല. ഇല്ലല്ലോ. എന്തെങ്കിലും മുഖത്ത് വെച്ചിക്കണേ? അത് ഞാൻ വെളുക്കാൻ വേണ്ടി തേച്ചാ. ആ പാത്രത്തിൽ കുറച്ചുകൂടെ ഉണ്ടല്ലോ, അത് ഇൻകാട്ടിക്കാം. അല്ലേ എന്റെ മുഖത്ത് നിറയെ പാട. ഇത് എനിക്ക് തേച്ചാ റെഡി ആവൊന്നുമില്ല. അയ്യേ പാവട്ടോ. അല്ലേ വേണ്ട, അത് കുറച്ച് തേച്ചോ. എനിക്ക് വേണ്ട. ഞാൻ ആ ഡോർ പോയി തുറന്നെടുത്ത് ആരാ നോക്കിക്കാം. ഞാൻ തുറന്നെടുക്കൂല. തുറന്നെടുത്തോ. എന്താ എനിക്ക് പറ്റൂല? പറ്റൂല. എന്താ ഇത് രാവിലെ തന്നെ ഫോണമെല്ലാം അങ്ങോട്ട് കുത്തിറക്കും. ആരെയും ബെല്ലടിച്ചു തന്നിട്ട് അത് തുറന്നു കൊടുക്കുവല്ലേനും. ഇനിയിപ്പൊ ആരാ ഈ രാവിലെ തന്നെ അങ്ങോട്ട് വന്നിക്കണത്? അസ്സലാമലൈക്കും. വാലേക്കും വാതിലൊക്കെ തുറക്കാൻ താമസം. എന്റെ പെമ്മക്കല്ല ഇവിടെ. എത്തപ്പ ഈ മൂത്തൊക്കെ തേച്ചിക്കണേ? ഇജുണ്ടേനി ഇവിടെ. ഇപ്പൊ നീച്ചരാവൂലേ? ഇച്ചാകെ കരിപാലിച്ചിക്കണല്ലോ. എത്താ സൈന ഈ പെണ്ണിനെ തേച്ചു കൊടുക്കുന്നതിന് പകരം അതിനെന്തേ തേച്ചു കൊടുത്തൂടെ? സൈനച്ചിവിടെ പോയിക്കോട്ടെ. ഒരു മുട്ടായി ഇല്ല. എന്താ വെച്ചാൽ നമ്മള് ഉറപ്പാത്തും നല്ലൊരു കൂട്ടൊരു ആലോചന വന്നിക്കണം. അതിനോളിപ്പോ പഠിക്കല്ലേ? അതൊന്നും ഇപ്പൊ മാണ്ട. നമുക്ക് ആലോചിച്ച് വെച്ചാ മതി. ജോള് നല്ലൊരു ചൊറുക്കുള്ള ഫോട്ടോ കെട്ടി വിട്ടാ. ഞാൻ നോക്കട്ടെ. ഞാൻ ഓരോ ആലോചന വരുമ്പോഴോള് പഠിക്കണമെന്ന് പറയാൻ നിക്കാണേ. അതുകൊണ്ട് ഒന്നും ഞങ്ങൾ ഇപ്പൊ നോക്കലില്ല. ഞാൻ നോക്കട്ടെ ഫോട്ടോ ഉണ്ടാന്ന്. എത്താണ് ഈ പെണ്ണിന്റെ കോലം? ഇതിലെന്തതിന്റെ കോലം നോക്കിയച്ചേ. ഇങ്ങനെ ആർക്കേം പറ്റും ഇതിനാ? ഞാൻ അതിന്റെ മുഖത്ത് കുരും പാടും എല്ലാം കൂടി അല്ല തന്നെ ഒരു കോലം കെട്ട പെണ്ണാണ്. എന്നാ ഞാൻ ഫിൽറ്റർ ഇട്ടുകാണ്ട് വിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ചെറുക്കുള്ള ഫോട്ടോ തപ്പിക്കാണ്ട് ഇങ്ങാണ് വിട്ടോണ്ടാ. നോക്കട്ടെ. എന്നാ സൈന അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ പോയരട്ടാ. ആയിക്കോട്ടെ. എത്ര ചെക്കച്ച് ഇപ്പഴും ചോറായി കഴിഞ്ഞിട്ടില്ലേ? എന്നാ സൈന ഞാൻ പറഞ്ഞ കാര്യം ചോളോടൊന്ന് ചോദിച്ചോക്കെ. ഞാൻ അവളോട് ചോദിക്കണ്ട്. എന്നാ ആയിക്കോട്ടെ. അടുത്ത ബസ്സിനേലും കൊണ്ട് എത്തണം. ഇജ് ഇവിടെ ഇരിക്കേനാ മോളെ? അമ്മായി പോയാ? അമ്മായി പോയി. അമ്മായി എനിക്ക് നല്ലൊരു കല്യാണാലോചനയായിട്ട് വന്നത്. നമുക്ക് നോക്കിയാലോ? കല്യാണാലോചന ഞാൻ ഇപ്പൊ പഠിച്ചാന്നുള്ള നിങ്ങൾക്ക് അറിയില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും പഠിച്ചാലോ? അതൊക്കെ ആദ്യത്തെ പറച്ചിലേ ഉണ്ടാവുള്ളൂ. എനിക്ക് എന്തായാലും കല്യാണം വേണ്ട. നല്ല കൂട്ടുകാരാ മോളെ. കല്യാണം കഴിഞ്ഞ എന്നെ ഗൾഫിൽ കൊണ്ടുപോകൂലേ? എത്തുള്ള കൂട്ടിനെ ഈ അമ്മായിനെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നാളെ ഒരു കാണാൻ വരാന്ന് പറഞ്ഞേ. ഇനി സമ്മതിക്കാതെ നിക്കൊന്നും വേണ്ട. ഒന്ന് കാണല്ലോ ഉള്ളൂ. നോക്ക്, അന്നത് അമ്മായി വിളിച്ചു. അന്നത് അവിടെ കാണാൻ വന്നിരുന്നു. ഞാനില്ല. അന്നെ വിളിച്ചാനാ പിന്നെ അമ്മായി പറഞ്ഞേച്ചിക്കണത്. പാത്തും ഇങ്ങട്ടെ. ആഞ്ചൊന്നും വേണ്ട. ചെക്കന്റെ പെങ്ങന്മാരല്ലേ വന്നിക്കണേ. ചെക്കൻ ദുബായിലല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ആങ്ങളുടെ കുട്ടി. ഇത് മൂത്ത പെങ്ങള്, ഇത് ചെറിയ പെങ്ങള്. നിങ്ങൾക്ക് എന്താ ചോദിച്ചാണ്ടേ ചോദിച്ചോളി. പഠിച്ചതാണ്. വണ്ടി പൈസ ഞങ്ങളുള്ള പോട്ടെ മോളെ. അല്ല നല്ല എന്തെങ്കിലും അതൊന്നും വേണ്ട. ഞങ്ങൾ പോട്ടെന്നാല്. അല്ലാതെ നേരം വൈകിട്ട് നേരത്തെ വരുന്നല്ലേ? ഞാൻ വന്നപ്പോൾ ബസ് പോയി. പിന്നെ ബസ് കുട്ടി കേടാണ്ടാവും. അതാണ്. അപ്പൊ നമ്മളുടെ ആനുവൽ ഡേ വരാൻ പോകണം നെക്സ്റ്റ് മന്ത്. അപ്പൊ എല്ലാവർക്കും പരിപാടിക്കൊക്കെ പങ്കെടുക്കണ്ടേ? ഇതാണ് നമ്മളെ ലിസ്റ്റ്. താല്പര്യമുള്ളവരൊക്കെ ലീഡറിന്റെ കയ്യില് പേര് നൽകണം. നിങ്ങൾ ആരെങ്കിലും ആനുവൽ ഡേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പാട്ടിൽ എന്തിനെങ്കിലും കൂടണമെന്നുണ്ട്. ഞാൻ ഒപ്പനക്ക് പുതിയെണ്ണായാലോ എന്നൊരു പൂതി.
ആ ഞാൻ പാട്ടിനുണ്ട്. ഞാൻ വെള്ളം കുടിച്ചു. ആ കുളി കഴിഞ്ഞ് വന്നോ? ഞാൻ ചായ എടുത്തരാം. അതെന്തിപ്പോ അങ്ങനെ പറയണ്ടായി? അത്രക്ക് മോശമാണ്. എന്നോട് ആരാ ഇങ്ങനത്തെ ഓരോന്ന് പറയുന്നത്? എല്ലാരും നിന്നോട് അങ്ങനെയാണല്ലോ പറയുന്നത്. ആരപ്പ എന്നോട് ഇതൊക്കെ പറയണത്? ജന്നല്ലേ പറയല് ഒരാളെ ഫിസിക്കൽ അപ്പിയറൻസിലല്ല കാര്യം, അയാളെ കോൺഫിഡൻസിലാണ് എല്ലാം നേടുന്നത് എന്നൊക്കെ. പിന്നെ ഇപ്പൊ എന്താ ഉണ്ടായി? എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്റെ ജീവിതത്തിൽ എന്റെ ആർക്കും തകർക്കാൻ സാധിക്കോ? ഇത് സ്വയം കോൺഫിഡന്റ് ആവുക.